ഹായ് ഹലോ എല്ലാവർക്കും സുഖമല്ലേ. ഞാനിന്ന് എൻ്റെ അനിയൻ ദുബായിലേക്ക് പോയതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ആണ് കാണിക്കുന്നത്. ഒരു പ്രവാസിയുടെ ജീവിതത്തിൽ എപ്പോഴും ഈ ഒരു അവസ്ഥ സഹിക്കാൻ പറ്റുന്നതല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതല്ലേ. അനിയനെന്ന് പറയുന്നത് എൻ്റെ അളാമാൻ്റെ മോനാണ്. അപ്പോൾ ഞാൻ അളാമാൻ്റെ വീട്ടിലേക്ക് വന്നതാണ്. എൻ്റെ അനിയൻ പോകുന്നതുകൊണ്ട് എല്ലാവരും എത്തിയിട്ടുണ്ട്. എല്ലാവരും ചുറ്റിലിരുന്ന് ഇങ്ങനെ ഓരോരോ വിഷയങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. പിന്നെ ഓൻ്റെ ഭാര്യ വീട്ടിൽ നിന്ന് ആൾക്കാർ, ഇതാണ് ഓൻ്റെ ഭാര്യ, ഓൻ്റെ ഭാര്യ വീട്ടിൽ നിന്ന് ആൾക്കാരൊക്കെ വന്നിനി. അവരെല്ലാം ഇപ്പം എല്ലാവരും മുമ്പിലും ഭയങ്കര ഹാപ്പി ആയിട്ടോളം നിൽക്കുന്നുണ്ട്. എൻ്റെ ഇതാ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടാ. ഇതാ ഓൻ്റെ അടുത്ത് തന്നെ നിൽക്കുന്നുണ്ട്. ഞാൻ ചോദിക്കുമ്പോഴൊക്കെ ഇല്ല ഞാൻ കരയില്ല, അതൊക്കെ ഉണ്ടായി ഞാൻ കരയില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ഓളെ വീട്ടുകാർ വന്നിട്ട് കുറേ ടൈമായിരുന്നു. എന്നിട്ട് അവരിപ്പോൾ പോകാൻ വേണ്ടി ഇറങ്ങുന്നുണ്ട്. ഓൻ്റെ ഭാര്യേൻ്റെ വീട്ടുകാരെല്ലാവരും പോലായി. പിന്നെ ഇതാണ് എൻ്റെ അളാമാൻ്റെ മോള്. ഇപ്പോൾ ദുബായി പോകുന്നില്ലേ, അവൻ്റെ പെങ്ങളാണിത്. പിള്ളേരൊന്നും വീഡിയോ എടുക്കാൻ നിൽക്കുന്നില്ല, വീഡിയോ കാണുമ്പോൾ ഓടുന്നു. ഈ കാണുന്നതാണ് അളാമാൻ്റെ വീട്. അതിൻ്റെ തൊട്ടിപ്പുറമായിട്ട് തന്നെ അളാമാൻ്റെ മോള് വീഡിയോ എടുത്തിരിക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് എൻ്റെ അളാമാൻ്റെ മോളെ മാപ്പിള. നേരത്തെ പുറത്തുനിന്ന് കണ്ടില്ലേ, ഓളെ ഭർത്താവാണ്, പാട്ടുകാരനാണ്. കാണാൻ ഇപ്പം ഇങ്ങനെ നോക്കണ്ട, ഭയങ്കര ലുക്കനാണ്. അടിപൊളിയായിട്ട് പാട്ട് പാടും. ആൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, കുട്ടികളാരും നിസ്കരിക്കാൻ പോയിട്ടില്ല, ആ നിസ്കരിക്കാൻ പോകാത്തതിന് ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിള്ളേരെയൊക്കെ ചീത്ത പറയാം. കുറേ പിള്ളേരങ്ങാടെ കൂട്ടം കൂടി നിൽക്കുന്നുണ്ട്. അവരോടൊക്കെ നിസ്കരിക്കാൻ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല എന്നാണ് ആളിപ്പോൾ എന്നോട് പറഞ്ഞത്. അവസാനം എല്ലാത്തിനെയും ചീത്ത പറഞ്ഞ് നിസ്കരിക്കാൻ പറഞ്ഞേച്ച്. ഓളുടെ വീട്ടിൽ ഇന്നൊരു ഉസ്താദ് ഊണയിക്കാൻ വരുന്നുണ്ട്. അതിനെ പറ്റിയുള്ള വർത്തമാനങ്ങളാണ് നീ കേൾക്കുന്നത് കേട്ടാ. ഇന്ന് ഉസ്താദ് വരുന്നുണ്ട് അല്ലേ? ഉസ്താദിന്റെ ഊണ് എല്ലാം ഇവിടുത്തെ സ്പെഷ്യൽ കൽത്തപ്പം. ചിക്കൻ കുറുമ, ചിക്കന്റെ മജ്ബൂസ്, ആവി പറക്കുന്ന ചിക്കന്റെ മജ്ബൂസ്. അതിന് വേണ്ടിട്ട് കഴിക്കൂ. അതിന് വേണ്ടിയിട്ട് ബിരിയാണി കൊണ്ട് പോകുന്നുണ്ട്. ഉസ്താദ് വരുമ്പം തന്നെ പറഞ്ഞു കൂടുതലായിട്ടൊന്നും ഭക്ഷണമൊന്നും ഉണ്ടാക്കരുത്. ഈ ഉസ്താദ് അങ്ങനെ ഫുഡ് കഴിക്കൂല. എന്നിട്ട് ഇവരുണ്ടാക്കി കൊടുക്കുന്ന എന്താ ഭക്ഷണം കൊണ്ട് പോകുമ്പോൾ എൻ്റെ മോളുണ്ട് ബാക്കിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത്. അതിനിടയ്ക്ക് നമ്മളെ കുഞ്ഞുബായി എന്തോ സാധനം കൊണ്ട് വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയാ ഇത് ഉസ്താദ് വരുമ്പം കൊണ്ടുവന്നതാണ് എന്ന്. ഐസ്ക്രീം കൊടുത്തയച്ചതാ. ഇതൊക്കെ കഴിഞ്ഞ് എളാമാൻ്റെ വീട്ടിലേക്ക് ഒന്ന് വരുമ്പോഴത്തേക്കുണ്ട് ഇതാ ഭാര്യയും ഭർത്താവും കരച്ചിലും പിഴിച്ചിലും ഒന്നും പറയണ്ട. ഈ കാണുന്നതാണ് എൻ്റെ എളാമ. ആളൊരുപാട് സങ്കടത്തിലാണ്. മോൻ പോകുന്ന വിഷമം താങ്ങാവുന്നതിൻ്റെ അപ്പുറമാണ്. പിന്നെ ഇതിനെ അറിയാലോ, ഇതാണ് എളാമാരെ മോളെ മോൻ. അങ്ങനെ അവൻ്റെ വണ്ടി വന്നിട്ടുണ്ട്. അവനെ പോകാൻ ഇറങ്ങുകയാണ്. ഇതാ പോകുന്നതിന് മുമ്പുള്ള കരച്ചിലും നിലവിളിയെല്ലാം നീ കാണുന്നത്. ആകെ കല്യാണം കഴിഞ്ഞിട്ട് 3 മാസമേ ആയിട്ടുള്ളൂ. പിന്നെ ഓക്കെ എങ്ങനെ സങ്കടം വരാതിരിക്കും. അനിയനാണെങ്കിൽ ഒരുപാട് വിഷമം അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ചെയ്യാത്ത തെറ്റിനൊക്കെ ഒരുപാട് അനുഭവിച്ചിട്ടാണ് അവനിപ്പോൾ വീണ്ടും യാത്ര പോകുന്നത്. അവൻ അനുഭവിച്ച ചെയ്യാത്ത തെറ്റെന്താണെന്ന് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ.